സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 7. കൂടാര പ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ. മോശ കൂടാരം സ്ഥാപിച്ചതിനു ശേഷം അതും അതിൻ്റെ സാമഗ്രികളും ബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശദീകരിച്ചു. അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. 2 നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്ക് ഒരു കാളയും എന്ന കണക്കിന് 3 അടിയുള്ള 6 വണ്ടികളും 12 കാളകളും അവർ കൂടാരത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തരുടെയും കർത്തവ്യമനുസരിച്ച് കൊടുക്കുക. മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ച് ലേവ്യർക്ക് കൊടുത്തു. ഗർഷോന്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്ക് അനുസരിച്ച് 2 വണ്ടികളും 4 കാളകളും കൊടുത്തു. പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്താമറിന്റെ നേതൃത്വത്തിലുള്ള മെറാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 4 വണ്ടികളും 8 കാളകളും കൊടുത്തു. എന്നാൽ കൊഹാത്തിന്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല. കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിൻ്റെ മുമ്പാകെ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം. 1-ാം ദിവസം യൂദാ ഗോത്രത്തിലെ അമിനാദാബിൻ്റെ മകൻ നൗഷോൻ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ. ഇതാണ് അമിനാദാബിൻ്റെ മകൻ നൗഷോൻ സമർപ്പിച്ച കാഴ്ച. 2-ാം ദിവസം ഇസാക്കർ ഗോത്രത്തിൻ്റെ നേതാവും സുവാറിൻ്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്ക് ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് സുവാറിൻ്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച. 3-ാം ദിവസം സെബലൂൺ ഗോത്രത്തിൻ്റെ നേതാവും ബേലോന്റെ മകനുമായ എലിയാബ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് ഹേലോന്റെ പുത്രൻ എലിയാബ് സമർപ്പിച്ച കാഴ്ച. 4-ാം ദിവസം റൂബൻ ഗോത്രത്തിൻ്റെ നേതാവും ഷെദേയൂറിൻ്റെ മകനുമായ എലിസൂർ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഷെദയൂറിൻ്റെ മകൻ എലിസൂർ സമർപ്പിച്ച കാഴ്ച. 5-ാം ദിവസം ശിമയോൻ ഗോത്രത്തിൻ്റെ നേതാവും സുരിഷദ്ദായുടെ മകനുമായ ഷുലൂമിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിൻ്റെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് സുരിഷദ്ദായുടെ മകൻ ഷെലൂമിയേൽ സമർപ്പിച്ച കാഴ്ച. 6-ാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും റെബുവേലിൻ്റെ മകനുമായ എലിയാസാഫ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത്
വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് റെവുവേലിൻ്റെ മകൻ എലിയാസാഫ് സമർപ്പിച്ച കാഴ്ച. 7-ാം ദിവസം എഫ്രായിം ഗോത്രത്തിൻ്റെ നേതാവും അമ്മിഹൂദിൻ്റെ മകനുമായ എലിഷാമ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമ്മിഹൂദിൻ്റെ പുത്രൻ എലിഷാമ സമർപ്പിച്ച കാഴ്ച. 8-ാം ദിവസം മനാസെ ഗോത്രത്തിൻ്റെ നേതാവും പെദാക്സൂറിൻ്റെ മകനുമായ ഗമാലിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് പെദാസൂറിൻ്റെ മകൻ ഗമാലിയേൽ സമർപ്പിച്ച കാഴ്ച. 9-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ നേതാവും ഗിദെയോനിൻ്റെ മകനുമായ അബിദാൻ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിൽ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഗിദെയോനിൻ്റെ പുത്രൻ അബിദാൻ സമർപ്പിച്ച കാഴ്ച. 10-ാം ദിവസം ദാൻ ഗോത്രത്തിൻ്റെ നേതാവും അമിഷദ്ദായുടെ മകനുമായ അഹിയേസർ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവൻ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമിഷദ്ദായുടെ മകൻ അഹിയേസർ സമർപ്പിച്ച കാഴ്ച. 11-ാം ദിവസം ആഷേർ ഗോത്രത്തിൻ്റെ നേതാവും ഒക്രാന്റെ മകനുമായ പഗിയേൽ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻ കലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്ക് ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഒക്രാന്റെ മകൻ പഗിയേൽ സമർപ്പിച്ച കാഴ്ച. 12-ാം ദിവസം നഫ്താലി ഗോത്രത്തിൻ്റെ നേതാവും ഏനാന്റെ മകനുമായ അഹീറ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഏനാനിൻ്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ്: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 പൊൻ കലശങ്ങൾ. ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം 130 ഷെക്കൽ, ഓരോ വെള്ളിക്കിണ്ണത്തിൻ്റെയും തൂക്കം 70 ഷെക്കൽ. അങ്ങനെ വെള്ളിപ്പാത്രങ്ങളുടെ ആകെ തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 2400 ഷെക്കൽ. സുഗന്ധദ്രവ്യം നിറച്ച 12 പൊൻ കലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം 10 ഷെക്കൽ. കലശങ്ങളുടെ ആകെ തൂക്കം 120 ഷെക്കൽ.
ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 12 കാളകൾ, 12 മുട്ടാടുകൾ, 1 വയസ്സുള്ള 12 ആൺ ചെമ്മരിയാടുകൾ, പാപപരിഹാര ബലിക്ക് 12 ആൺ കോലാടുകൾ, സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 24 കാളകൾ, 60 മുട്ടാടുകൾ, 60 ആൺ കോലാടുകൾ, 1 വയസ്സുള്ള 60 ആൺ ചെമ്മരിയാടുകൾ. ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു. കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിൻ്റെ മുകളിൽ 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു. ദൈവവചനമാണ് നാം കേട്ടത്.